കമ്മ്യൂണിസത്തിൻ്റെ മിച്ചവും മൂല്യവും എന്ന ഒരു കമ്മ്യൂണിസം സംബന്ധിച്ചുള്ളൊരു ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ടൈറ്റിലെങ്കിലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും വർത്തമാനവും ഭാവിയും അതേക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി രൂപം കൊണ്ടിട്ട് 100 വർഷം കൃത്യം ശതാബ്ദിയാണ് ഈ 2025. 1925 ഡിസംബർ മാസം കാൺപൂരിൽ നടന്ന സമ്മേളനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതായി പ്രഖ്യാപിക്കപ്പെട്ടത്. അത് വളരെ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു 10-15 വർഷത്തെ വളരെ സംഭവബഹുലമായ ഒരു കാലത്തിന് ശേഷം ഒരുപാട് സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, അതിൻ്റെ ഫലമായി ഉണ്ടായ വലിയ കേസുകൾ, പലതരത്തിലുള്ള ഗൂഢാലോചന കേസുകൾ, പെഷവാർ ഗൂഢാലോചന കേസ്, കാൺപൂർ ഗൂഢാലോചന കേസ് എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നതിന് വഴി ആയ നേതാക്കന്മാരും പ്രവർത്തകരുമൊക്കെ അടക്കം ഉള്ളവർ നടത്തിയ ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ടുള്ള, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള, ബ്രിട്ടീഷ് ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ചക്രവർത്തിക്കെതിരായിട്ടുണ്ടായ വലിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അതിൻ്റെ മറ്റൊരു ശാഖയായി വന്ന കുറച്ചുകൂടി മിലിറ്റൻ്റ് ആയിട്ടുള്ള വിവിധ സമരങ്ങളുടെ തുടർച്ചയായി ആണ് 1925 കാൺപൂരിൽ ആ സമ്മേളനം നടന്നത്. അതിന് തൊട്ടു മുമ്പ് കാൺപൂർ ഗൂഢാലോചന കേസിൽ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരും അല്ലാത്തവരുമൊക്കെ ഇതിൽ പങ്കാളികളായിരുന്നു, അതിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. ആ സമ്മേളനം തന്നെ വളരെയധികം സംഭവബഹുലമായിരുന്നു. ഒരു വിഭാഗം അല്ലെങ്കിൽ 1-2 വ്യക്തികൾ ആ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് തന്നെയുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില പുതിയ കാഴ്ചപ്പാടുകൾ അതിൽ അവതരിപ്പിക്കപ്പെടുകയും ചിലതൊക്കെ തള്ളപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്രമുണ്ട്. ആ സമ്മേളനത്തിലാണ് സത്യഭക്ത എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ സമ്മേളനം നടന്നത്. ചഖൻലാൽ എന്ന പേരുള്ള, യഥാർത്ഥത്തിൽ അദ്ദേഹം സത്യഭക്ത എന്ന പേര് സ്വീകരിക്കുകയും അദ്ദേഹം ഒരു ഭാരതീയ സാമ്യവാദി ദൾ എന്ന് പറയുന്നൊരു ഇന്ത്യൻ സ്വഭാവമുള്ള, ഇന്ത്യൻ ഭാഷയുമായി സംസ്കാരവുമായി ബന്ധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് രൂപം കൊള്ളേണ്ടതെന്ന് പറയുകയും അദ്ദേഹത്തിനെ ആ അഭിപ്രായത്തെ മറികടന്നുകൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര കാഴ്ചപ്പാടുള്ള ഒരു പേര് തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുകയും SV ഖാട്ടെ എന്ന് പറയുന്ന മംഗലാപുരം സ്വദേശിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്ത അനുഭവമുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഈ 100 വർഷം എന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് തന്നെ ഉള്ള തർക്കങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ തർക്കം എന്ന് ജനിച്ചു എന്നുള്ളത് മുതൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിലുള്ള പല തർക്കങ്ങളിൽ ഒന്നായിട്ട് അതുപോലും ഉയർന്നു വന്നതാണ്. 1920 അതിന് 5 വർഷം മുമ്പ് അന്നത്തെ തുർക്കിസ്ഥാൻ്റെ ഭാഗമായിരുന്ന താഷ്കെൻറ്റ്, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൻ്റെയും ഒക്കെ ഭാഗമായ, എൻ്റെ തലസ്ഥാനമായ താഷ്കെൻറ്റിൽ രൂപം കൊണ്ട ഇന്ത്യക്കാരായ കുറേ നേതാക്കന്മാരുടെയും സഹായത്തോടെയും നേതൃത്വത്തോടെയും MN റോയിയെ പോലെയുള്ളവർ, ബനി മുഖർജിയെ പോലെയുള്ളവരെല്ലാം പങ്കെടുത്ത് അവർ രൂപം കൊടുത്ത ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഒരു പ്രധാനപ്പെട്ട തർക്ക വിഷയം തന്നെ അതാണ്. CPM വാസ്തവത്തിൽ 1920 താഷ്കെൻറ്റിൽ രൂപം കൊണ്ടതാണ് ആദ്യത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളൊരു ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ മണ്ണിൽ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1925 കാൺപൂരിൽ രൂപപ്പെട്ടതാണ് എന്ന് CPIയും നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അവിടെ മുതൽ ആ കാര്യത്തിൽ മുതൽ ചില തർക്കങ്ങളും മറ്റുമുണ്ട് ഈ പ്രസ്ഥാനത്തിനുള്ളിൽ. അപ്പോൾ എന്തായാലും ഇന്ന് 100 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിൽക്കുന്നത്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളതിനെക്കുറിച്ചും കൂടെ ആണ് പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
വാസ്തവത്തിൽ ഈ 100 വർഷം കഴിഞ്ഞ് ഉള്ള ഈ അവസ്ഥയിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ പാർലമെൻ്ററി കാര്യത്തിലായാലും രാഷ്ട്രീയ അവസ്ഥയിലും ഇന്ത്യൻ ഇടതുപക്ഷം ഏറ്റവും ദുർബലമായിരിക്കുന്ന ഒരു കാലമാണ് എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. 100 വർഷം കഴിഞ്ഞപ്പോൾ മുന്നോട്ടാണോ പോയത് പിന്നോട്ടാണോ പോയെന്നുള്ളതിന് തർക്കമേ ഇല്ല. പൊളിറ്റിക്കലായിട്ടും പാർലമെൻ്ററി സ്വാധീനത്തിലായാലും ഒക്കെ വാസ്തവത്തിൽ ഏറ്റവും ദുർബലമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം പൊതുവെയും. ഇതെന്തുകൊണ്ട്, ഇനി എന്താണ് ഇതിൻ്റെ മുന്നിൽ ഉള്ളത് എന്നൊക്കെയാണ് ചർച്ച ചെയ്യാനുള്ള നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. പ്രത്യേകിച്ച് ഈ 925 പറയുമ്പോൾ 2025 മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെയും കൂടെ ശതാബ്ദിയാണ്. അത് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെയാണ്. വാസ്തവത്തിൽ ഇന്നത്തെ ഒരു ഇന്ത്യൻ കാലാവസ്ഥയിൽ ഈ 100 വർഷം കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക് സംഘവും അതിന് പ്രതിനിധാനം ചെയ്യുന്ന ഐഡിയോളജിയും പ്രത്യയശാസ്ത്രവും വാസ്തവത്തിൽ വളരെയധികം മുന്നോട്ട് പോവുകയും രാഷ്ട്രീയമായിട്ടും പാർലമെൻറ്റിലും ഒക്കെ അവരുടെ സാന്നിധ്യമാണ് കൂടുതൽ ശക്തമായത്. ഇടതുപക്ഷത്തിൻ്റെ നേരെ വിരുദ്ധമായ മറ്റൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കൊടിയേറ്റമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ സാന്നിധ്യമാണ് നമ്മൾ കാണുന്നത്. ഇതൊരു വളരെ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ആത്മപരിശോധനകൾ ചെയ്യേണ്ട കാര്യമാണ്. ഭാവിയിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ട ഒരു സമയമാണ്. ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം ഈ പറഞ്ഞ പോലെ 100 വർഷം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനം, ഇന്ത്യൻ ഇടതുപക്ഷം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ ഘട്ടത്തിലാണ് എന്നുള്ള ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ എന്നുള്ള ഒരു നിഗമനമല്ല, എന്നുള്ള ഒരു വസ്തുതയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആ വസ്തുതയെക്കുറിച്ച് ഈ 3 നമ്മുടെ പാനലിസ്റ്റുകളോടും അഭിപ്രായം തേടുകയാണ്. അതിനുശേഷമാണ് എന്തുകൊണ്ടാണ് ദുർബലമായിട്ടുണ്ടെങ്കിൽ, തളർന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചർച്ചയുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മൂന്നാം ഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഇനി ഭാവി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മൾ തേടേണ്ടത്. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്. ആദ്യം ശ്രീ MA ബേബിയോട് തന്നെ ചോദിക്കുകയാണ്, ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ദുർബലമായ പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും പാർലമെൻ്ററി സ്വാധീനത്തിൻ്റെ കാര്യത്തിലായാലും ഏറ്റവും ദുർബലമായ ഒരവസ്ഥയിലാണോ എന്നുള്ള ഒരു നിഗമനത്തിനോട് ശ്രീ MA ബേബിയുടെ പ്രതികരണം എന്താണ്? ആദ്യമായി ഇങ്ങനൊരു ചർച്ചയ്ക്ക് സന്ദർഭമൊരുക്കിയതിനും വിശേഷിച്ച് കമ്മ്യൂണിസം മിച്ചവും മൂല്യവും എന്നതിന് ശീർഷകം കൊടുത്തതും വളരെ ആലോചിച്ചാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മുതലാളിത്ത ചൂഷണ വ്യവസ്ഥയുടെ ചലന നിയമങ്ങൾ കണ്ടുപിടിച്ചു കാൾ മാർക്സ് എന്നതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ആശയാവലികളെ മാർക്സിസം എന്ന് ആശയവിനിമയ സൗകര്യം കണക്കാക്കി നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു വ്യക്തിയുമായി ചേർത്തൊരു സിദ്ധാന്തത്തെ കെട്ടിയിടുന്നത് ശരിയല്ല എന്ന് മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാർക്സിൻ്റെ സംഭാവനയുടെ ഹൃദയമാണ് ഈ മിച്ചമൂല്യം. അതെടുത്ത് ഒരു സംവാദ വിഷയമാക്കിയിരിക്കുകയാണ് മിച്ചവും മൂല്യവും. കമ്മ്യൂണിസത്തിൻ്റെ മിച്ചവും മൂല്യവും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മാനവരാശിയുടെ ഭാവി കമ്മ്യൂണിസത്തിൻ്റെ മൂല്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മുതലാളിത്ത വ്യവസ്ഥയുടെ ഏറ്റവും സമുന്നത മാതൃകയെന്ന് പറയുന്ന അമേരിക്കയും അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റും പെരുമാറുന്നത് എങ്ങനെയാണ്? ഞാൻ വിശദീകരിക്കുന്നില്ല സമയത്തിൻ്റെ കാരണം. അനധികൃത കുടിയേറ്റക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ചങ്ങലക്കിട്ട ആളുകളെ ഇങ്ങനെ ഓരോ രാജ്യത്തേക്ക്, ഇന്ത്യയിലേക്ക് അടക്കം അയച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ മുൻഗാമികളാണ് ആദ്യത്തെ അനധികൃത കുടിയേറ്റക്കാർ യൂറോപ്പിൽ നിന്ന്. ഇന്നത്തെ അമേരിക്കൻ പൗരന്മാരാരാണ്? അത്ര ഞാൻ പറയുന്നുള്ളൂ. ഹവാർഡ് സിന്നിൻ്റെ പ്രശസ്തമായ പീപ്പിൾസ് ഹിസ്റ്ററി ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ മുതലാളിത്ത വ്യവസ്ഥ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി സകലരും അംഗീകരിക്കുന്നതാണ് കാലാവസ്ഥ വ്യതിയാനം. അതിന് കാരണം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. ട്രംപും കൂട്ടരും അത് അംഗീകരിക്കുന്നേ ഇല്ല. അദ്ദേഹം ആദ്യം ചെയ്തിരിക്കുന്നത് ഇന്ന് പിന്മാറുകയാണ്.
ഇങ്ങനെ എനിക്ക് ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കാൻ കഴിയും. അപ്പം സമത്വപൂർണമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ അതിനെ തകർക്കുക എന്നുള്ളതാണ് മുതലാളിത്തത്തിൻ്റെ പരമോന്നത ഘട്ടം എന്ന് ലെനിൻ വിളിച്ച സാമ്രാജ്യത്വത്തിൻ്റെയും സ്വഭാവം. ഇതിൽ നീതി ഏതു ഭാഗത്താണ്? നോം ചോംസ്കി വളരെ പ്രസിദ്ധമായി നിർവചിച്ചതുപോലെ പ്രോഫിറ്റ് ഓവർ പീപ്പിൾ, അതാണ് ക്യാപിറ്റലിസം. അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസത്തിന് മിച്ചവും മൂല്യവും ഉണ്ടായെങ്കിലേ മനുഷ്യ സമൂഹത്തിൻ്റെ ഭാവി സുരക്ഷിതമായിരിക്കുകയുള്ളൂ. അപ്പം ഇത് നിർവഹിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വഹിക്കുന്ന പങ്കെന്താണ്? ഇത്ര വലിയ ന്യായം കമ്മ്യൂണിസ്റ്റുകാരുടെ പക്ഷത്ത് ഉണ്ടായിട്ട് എന്തുകൊണ്ട് MGR ശരിയായിട്ട് പറഞ്ഞതുപോലെ ഒരു താപ്പോട്ട് പോക്കുണ്ട്, ഒരു പിന്നേറ്റമുണ്ട്. മുന്നേറ്റം ആണെങ്കിൽ ഒരു പിന്നേറ്റം കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് പലയിടത്തുമുണ്ട്. ഇന്ത്യയിലുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട്. പക്ഷെ ഇത് സാഹചര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. മറ്റൊരു ഭാഗം എന്താണ്? ഇന്ത്യയിൽ തന്നെ പണിയെടുക്കുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിന്ന് പൊരുതാനും ചില ഘട്ടങ്ങളിലെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കാനും ആർക്കാ കഴിയുന്നത്? ഏറ്റവും ഒടുവിൽ എല്ലാവരുടെയും ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ സാംസങ് ഫാക്ടറിയിൽ സൗത്ത് കൊറിയൻ മൊണോപ്പൊളിയാണ്. സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യമേ ഇല്ല. അവിടെ ചെങ്കൊടി പ്രസ്ഥാനമാണ് സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത്, ആ അവകാശം നേടിയെടുത്തത്. കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, തൊഴിലാളികളും കർഷകരുമാണ് സമൂഹത്തിലെ ഉൽപ്പാദന മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയിൽ സംയുക്ത കിസാൻ മോർച്ചയിലെ തന്നെ ഏറ്റവും സജീവമായ ഘടകം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കിസാൻ സഭകളാണ്. അപ്പോൾ ഇത്തരത്തിൽ പാർലമെൻ്ററി രംഗത്ത് പിന്നോട്ടടി ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ പൊതുവിൽ പാർലമെൻ്റ് രംഗത്ത് പിന്നോട്ടടി ഉണ്ടായ സ്ഥാനത്താണ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഭരണ തുടർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുണ്ടായത്. അത് നമ്മൾ കാണണം. തെക്കോട്ട് നോക്കിയാൽ ശ്രീലങ്കയിലെ സംഭവവാസങ്ങൾ നമുക്ക് കാണാം. ജനതാ വിമുക്തി പെരമുനയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചു. പാർലമെൻറ്റിൽ 3/2 ഭൂരിപക്ഷം ഈ NPPക്ക് നേടാൻ കഴിഞ്ഞു. വടക്കോട്ട് നോക്കിയാൽ നേപ്പാൾ, അവിടെ ഒരു പ്രധാനമന്ത്രി മാറിയ പ്രധാനമന്ത്രിയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായിരുന്നു. പകരം വന്ന പ്രധാനമന്ത്രിയും വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. ബിനോയ്ക്ക് ദുഃഖമുണ്ടാകുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ടായതാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലയിച്ചത്. പക്ഷെ വീണ്ടും അവർ ഭിന്നിച്ചു. പക്ഷെ ഭിന്നിച്ചപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയെ മാറ്റിയാൽ വേറൊരു കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ് നേപ്പാളിലെ സ്ഥിതി. അപ്പം ഈ നിലയിൽ കമ്മ്യൂണിസം ലോകത്താകെ തകർന്നു പോയിട്ടില്ല, ഇന്ത്യയിൽ തകർന്നു പോയിട്ടില്ല. കർഷകരുടെ സമരം, തൊഴിലാളികളുടെ സമരം, വിദ്യാർത്ഥികളുടെ സമരം, ക്യാമ്പസുകളിലുള്ള പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിലും ലോകത്തും ഉണ്ടാകേണ്ടിയിരുന്ന മുന്നേറ്റം ആവശ്യമായ തോതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവിടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കൃത്യമായി സൂക്ഷ്മമായി മനസ്സിലാക്കി സ്വന്തം നയസമീപനങ്ങൾ കാലോചിതമായി വികസിപ്പിക്കുന്നതിൽ, സ്വന്തം നയപരിപാടികൾ കാലോചിതമാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പലയിടത്തും പോരായ്മകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സ്വയം വിമർശനപരമായി ഞാൻ അംഗീകരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഈ പരിപാടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തന പരിപാടി കാലോചിതമായി വികസിപ്പിക്കുന്നതിന് മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും തന്നെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ആദ്യത്തെ ഔപചാരിക രേഖ. ഈ പിന്നോട്ടടി ഉണ്ടായെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് അപ്പം തന്നെ പറയണമെന്ന് ഓർമ്മ വന്നത് ഇപ്പോൾ വന്നു. കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ പരിപാടി ഉണ്ടായി, യൂറോപ്പിൽ ചില വിപ്ലവ ശ്രമങ്ങൾ നടന്നു, അതിൽ മാർക്സും എംഗൽസും പലതരത്തിൽ പങ്കെടുത്ു. 5 വർഷം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് ലീഗ് തന്നെ പിരിച്ചുവിടേണ്ടി വന്നു. അപ്പോൾ ഈ തിരിച്ചടികൾ ഉണ്ടാകുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവെയുള്ള കാര്യമല്ല. 1851-52 ഔപചാരികമായി കമ്മ്യൂണിസ്റ്റ് ലീഗ് പിരിച്ചുവിട്ടു, പിന്നെ രഹസ്യമായി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. പിന്നീട് 1864 ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ ഉണ്ടാകുന്നത്. അതിൻ്റെ പരിപാടി മാർക്സ് തയ്യാറാക്കിയ ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷനാണ്. മാർക്സ് തന്നെ എംഗൽസിന് എഴുതുന്നുണ്ട്, ഇന്ന് ലോകത്തെ തൊഴിലാളികളെ പരമാവധി സഹകരിപ്പിച്ച് അവരെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ സംഘടനയുടെ പരിപാടി എന്നത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. ലെനിൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ പരിപാടി കാലോചിതമാക്കുന്നത്.
അക്കാര്യത്തിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ മാർക്സിസം ലെനിനിസം എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള വിഷയം വരുമ്പോൾ മതത്തിൻ്റെ വലിയ സ്വാധീനവും മതത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാതി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇന്ത്യയിൽ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇതിനെ അഭിസംബോധന ചെയ്തിട്ടില്ലെന്നല്ല, വേണ്ടത്ര ഗൗരവത്തിൽ ഇത് അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ വേണ്ടത്ര അഭിമാനകരമല്ലാത്ത അവസ്ഥയുടെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു. തുടങ്ങിയ വർഷത്തിൻ്റെ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 2020 അതിലൊരു ഘട്ടമാണ്. കാരണം അല്ല, അത് പറഞ്ഞു പോകണമല്ലോ, അത് പറയണം. കാരണം അല്ല, അത് നമ്മൾ തർക്കിക്കണം, നമ്മളിന്ന് തർക്കമില്ല. 2020 പ്രധാനമാണ്, 2025 പ്രധാനമാണ്. രാജ്യത്തുണ്ടായെന്നുള്ള വിഷയം വരുമ്പോൾ ലെനിൻ്റെ പാർട്ടിയുടെ ഏറിയ കൂറും സമ്മേളനങ്ങൾ നടന്ന് റഷ്യക്ക് പുറത്തു വെച്ചിട്ടാണ്. പിന്നെ 1920 ഞാൻ പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണം അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി മുഹമ്മദ് ഷഫീഖാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുഹമ്മദ് ഷഫീഖ് എന്ന് പറയുന്നൊരു സെക്രട്ടറിയിലൂടെയാണ്. MN റോയ് അതിൻ്റെ നേതാവായിരുന്നു. 1921 അഹമ്മദാബാദ് സെഷനിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രമേയം അവതരിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തിലെന്ന് പറയുമ്പോൾ 25 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെ 21 പ്രമേയത്തിന്? അപ്പം 1920 ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നെ MN റോയ് ഓരോ വർഷവും ഇടപെടുകയാണ്. അഹമ്മദാബാദ് സമ്മേളനത്തിൽ പിന്നെ ഹസ്രത്ത് മൊഹാനിയും കുമരാനന്ദും കൂടി പ്രമേയം അവതരിപ്പിച്ചു. അടുത്ത വർഷം ഗയയിൽ നടന്നിടത്തും അവതരിപ്പിച്ചു. പിന്നെ 9 വർഷം കഴിഞ്ഞിട്ടാണ് മഹാത്മാഗാന്ധിയും നെഹ്റുവും കോൺഗ്രസും പൂർണ്ണ സ്വരാജ് അംഗീകരിക്കുന്നത്. അപ്പം ആ പോരാട്ടം നടത്തിയത് വലിയൊരു ഘട്ടമാണ്. പിന്നെ MGR തന്നെ പറഞ്ഞു പേഷവാർ ഗൂഢാലോചന കേസ് 25 മുമ്പാണത്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഗൂഢാലോചന കേസ്. അപ്പം രണ്ട് ഭാഗത്തും യുക്തികളുണ്ട്. പക്ഷേ ഈ 2 വർഷങ്ങളും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ 2 നിർണായക ഘട്ടങ്ങളാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ശ്രീ MA ബേബി പറഞ്ഞത് അടിസ്ഥാനപരമായി പാർലമെൻ്ററി സ്വാധീനത്തിലും രാഷ്ട്രീയ സ്വാധീനത്തിലും തീർച്ചയായിട്ടും വളരെ ദുർബലമായിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇടതുപക്ഷത്തിന്. അതേ സമയത്ത് ജനകീയ പ്രക്ഷോഭങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും സജീവമായി ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന കർഷകരുടേതായാലും തൊഴിലാളികളുടേതായാലും ഒക്കെയുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രക്ഷോഭങ്ങൾ നയിക്കുന്നത് ഇപ്പോഴും ഇടതുപക്ഷം തന്നെയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ തളരുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം കേരളത്തിലെ കാര്യവും കേരളത്തിലെ ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഇന്ത്യൻ ഇടതുപക്ഷം ഏറ്റവും ദുർബലമായിരിക്കുന്ന ഈ കഴിഞ്ഞ 20 വർഷം തന്നെയാണ് കേരളത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ള കാര്യത്തിലെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ശ്രീലങ്കയുടെ കാര്യത്തിലും നേപ്പാളിൻ്റെ കാര്യത്തിലുമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതും ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റത്തെ പറ്റി തന്നെയാണ്. ഇനി ബിനോയ് വിശ്വത്തിനോടാണ് ചോദിക്കേണ്ടത്. ഇതിൽ നിന്ന് ഈ പറഞ്ഞ വിഷയം തന്നെ. എൻ്റെ അടുത്ത സുഹൃത്ത് സഖാവ് ബേബി പറഞ്ഞ വാദങ്ങളോട് ഞാൻ പൊതുവിൽ യോജിക്കുന്നു. ചില വിശദാംശങ്ങളിൽ യോജിക്കുന്നുമില്ല. പക്ഷേ ഈ കാലഘട്ടം യോജിപ്പില്ലായ്മയെപ്പറ്റി പറയേണ്ടതല്ല എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. ഇത് യോജിപ്പിനെ പറ്റി പറയേണ്ട കാലഘട്ടമാണ്. ഈ കാലഘട്ടം ഇതാണ് മനോരമയുടെ 1-ാം പേജ്. തലക്കെട്ട് ചെങ്ങലകെട്ട ഭ്രാന്ത്. മാതൃഭൂമി വിലങ്ങിൽ വിങ്ങൽ. ഇതൊക്കെ ട്രംപിനെ കാണാൻ, ചെങ്ങല കാണാൻ, ഇന്ത്യക്കാരെ കാണാം, മോദിയെ കാണുന്നില്ല. ജനയുഗം ഇന്ത്യക്ക് ചെങ്ങല. ദേശാഭിമാനി ലജ്ജിക്കൂ രാജ്യമേ. ഇതെല്ലാം വില്ലൻ ഒരാളാണ്. ലോക മുതലാളിത്തത്തിൻ്റെ ഇന്നത്തെ തലപ്പത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന ട്രംപ്. ഒരു ഉപവില്ലനുണ്ടെങ്കിൽ ആ വില്ലൻ്റെ പേര് ഞാൻ പറയും മോദിയാണ്. വീണ്ടും ഒരു പേരുണ്ടെങ്കിൽ ഞാൻ പറയും നെതന്യാഹുവാണ്. ഈ ലോകത്ത് മുഖ്യ കാര്യം ഞങ്ങൾ തമ്മിൽ വിയോജിപ്പിനെ പറ്റി തർക്കമുണ്ടാക്കലല്ല എന്നാണ് എൻ്റെ വിശ്വാസം. യോജിപ്പിനെ ഉയർത്തിപ്പിടിക്കലാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
എൻ്റെയും ബേബിയുടെയും എല്ലാം വിദ്യാർത്ഥി കാലത്ത് ഞങ്ങളെല്ലാം ആവേശപൂർവ്വം പറഞ്ഞൊരു വാചകമുണ്ട്. മാർക്സിസം ലോകത്തിൻ്റെ യുവത്വമാണ്, അത് പാടുന്ന നാളെയെ വാർത്തെടുക്കും. ഞങ്ങൾ വീണ്ടും പറഞ്ഞു, കമ്മ്യൂണിസം അജയ്യമാണ്, കാരണം അത് സത്യമാണ്. മാർക്സിസം ഈസ് ഓംനിപൊട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ട്രൂ. ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം നയിച്ചത് ആ പ്രായത്തിൻ്റെ ഒരു കാൽപ്പനിക ഭാവങ്ങളായിരിക്കാം. ഞാൻ പക്ഷേ ഇന്ന് ആവർത്തിച്ചു പറയുന്നു, കമ്മ്യൂണിസം അജയ്യമാണ്. ഈ പരാജയങ്ങളും തിരിച്ചടികളും ക്ഷയിക്കലും എല്ലാം ഉള്ളപ്പോഴും ഉറപ്പിച്ച് ഞാൻ പറയുന്നു, കമ്മ്യൂണിസത്തിൻ്റെ മിച്ചവും മൂല്യവും ഈ കാലവും വരും കാലവും ശരിവയ്ക്കും. എന്തുകൊണ്ടാണ് അജയ്യമായത് മാർക്സിസം? സത്യമായത് കൊണ്ടെന്ന് ഞങ്ങളന്ന് പറഞ്ഞു. സത്യമായതിൻ്റെ കാര്യം അത് ശാസ്ത്രമായത് കൊണ്ടാണ്. ആ ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയതയെ ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾക്കുണ്ടായ വിജയവും പരാജയവുമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർക്സിസത്തിൻ്റെ ശാസ്ത്രമായിട്ടല്ലാതെ, കമ്മ്യൂണിസ്റ്റുകാർക്ക് ശാസ്ത്രീയ പദത്തെ മുറുകെ പിടിച്ചുകൊണ്ടല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ ഞങ്ങളിപ്പോൾ ശ്രമിക്കേണ്ടത് ഞങ്ങളുടെ വീഴ്ചകളെയും കുറവുകളെയും അംഗീകരിച്ചുകൊണ്ട് അവ തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ട വഴികാരായലാണ്. മുമ്പോട്ട് പോയേ തീരൂ. മുമ്പോട്ട് പോകാൻ വഴികൾ വേണം. ആ വഴികൾ തേടുമ്പോൾ ഞങ്ങളുടെ ബോധ്യം മാർക്സിസത്തിന് വഴി കാണിക്കാൻ പറ്റും. അത് പക്ഷേ യാന്ത്രികമായി വേദങ്ങൾ ഉച്ചരിക്കും പോലെ ഉച്ചരിച്ചുകൊണ്ടായിരിക്കാൻ പാടില്ല. മാർക്സിസം നീഡ്സ് ടു ബി ഡെവലപ്ഡ് ഇൻ എ സയൻറ്റിഫിക് വേ. സർഗാത്മകമായ വികാസം വേണം മാർക്സിസത്തിന്. ക്രിയേറ്റീവായി മാർക്സിസത്തെ വികസിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ പുതിയ കാലം, പുതിയ ഇന്ത്യ, പുതിയ കേരളം മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെല്ലാം ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടവയാണ്. അവയെല്ലാം കാലാവസ്ഥ മാറ്റവുമായി ബന്ധപ്പെട്ടവയാണ്. അവയെല്ലാം ലിംഗ സമത്വവുമായി ബന്ധപ്പെട്ടവയാണ്. അവയെല്ലാം സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടവയാണ്. എല്ലാ ചോദ്യങ്ങളും, ആ ചോദ്യങ്ങളെല്ലാം ഉന്നയിക്കപ്പെടുന്നു പുതിയ രൂപത്തിൽ. ആ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാക്കി വെച്ച പഴയ മറുപടി മാത്രം പോരാതെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടം ചോദിക്കുന്നത് പുതിയ ഉത്തരങ്ങളാണ്. ആ ഉത്തരം ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്കാകും. പ്രൊവൈഡഡ് ഞങ്ങളുടെ പക്കലുള്ള ആയുധമായ മാർക്സിസത്തെ സർഗാത്മകമായി വികസിപ്പിച്ചാൽ അതാണ് വെല്ലുവിളി. ഞങ്ങൾ നേടുന്ന വെല്ലുവിളി ഇന്നത്തെ ഇന്ത്യയിൽ ലോകവും ഉന്നയിക്കുന്ന പുത്തൻ കാലത്തിൻ്റെ പുത്തൻ ചോദ്യങ്ങൾക്ക് ഉതകുമുഖത്തിലാണ്. പുതിയ മറുപടി കണ്ടെത്താൻ ആവശ്യമായ തരത്തിൽ ശാസ്ത്രമായി ഞങ്ങൾക്കെല്ലാം വഴി കാണിക്കേണ്ടുന്ന മാർക്സിസത്തെ ശാസ്ത്രീയമായും ക്രിയേറ്റീവായും വളർത്തലും വികസിപ്പിക്കലും ഇതെല്ലാം ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാൻ ബാക്കിയുണ്ട്. ആ ദൂരം ഞങ്ങൾ താണ്ടും. കാരണം മാർക്സിസത്തിൻ്റെ ശരികൾ തീർച്ചയായിട്ടും ശരി തന്നെയാണ്. എല്ലാവരും പറയുകയല്ലേ മാർക്സിസം പഴഞ്ചനായി പോയി എന്ന്. മാർക്സിസ്റ്റ് വിരുദ്ധന്മാർ ലോകത്തെല്ലാം പറയുന്ന പഴഞ്ചനായി മുദ്ര കൊത്തുന്ന ഈ മാർക്സിസമാണ് 1848 പറഞ്ഞത്. അനുസ്യൂതം വികസനമാകുന്ന കമ്പോളത്തിൻ്റെ ആവശ്യകത ബൂർഷ്വാസിയെ ഭൂമണ്ഡലം മുഴുവനും പരക്കം പായിപ്പിക്കുന്നുവെന്ന്. അതാണ് ഇപ്പോഴത്തെ സംഭവിക്കുന്ന കാര്യം. അത് വീണ്ടും പറഞ്ഞു. ബൂർഷ്വാസിയെപ്പറ്റി പറയുകയാണ്, എല്ലായിടത്തും അതിന് കൂട് കൂട്ടണം. ഇറ്റ് വാണ്ട്സ് ടു നെസിൽ എവരിവെയർ. അതിനെല്ലായിടത്തും താവളങ്ങൾ തീർക്കണം, എവിടെയും ബന്ധങ്ങൾ സ്ഥാപിക്കണം. ഇതാണ് പുതിയ ലോകം. അനുസ്യൂതം വികസനമാകുന്ന കമ്പോളത്തിൻ്റെ ആവശ്യകതയാണ് ട്രംപിനെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കുന്നത്. കമ്പോളമാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഈ പഴയതെന്ന് പറയുന്ന മാർക്സ് അന്ന് കോട്ട് ചെയ്തു ഒരു ഉദ്ധരണി. ഈ പോസ്റ്റ് എ ക്വസ്റ്റ്യൻ ഇൻ ക്യാപിറ്റൽ. അതൊക്കെ ചോദിച്ചു, ഈ ഭൂമി ആരുടേതാണ്? ഫോർ ഹൂം ദിസ് എർത്ത് ബിലോങ്സ് ടു.
ഈ ഭൂമി ഒരാളിൻ്റേതുമല്ല എന്ന് മാർക്സ് പറഞ്ഞു, ഉദ്ധരിച്ചു മൂലധനത്തിൽ. ഒരു കൂട്ടം ആളുകളുടേതുമല്ല. ഇന്നുള്ള എല്ലാ ജനപദങ്ങളെയും ചേർത്ത് വെച്ചാലും അവരുടേതുമല്ല ഈ ഭൂമി. ഈ ഭൂമി ഇനി പിറക്കാൻ പോകുന്ന എല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നാണ്. അവർ ജീവിക്കാൻ വരുമ്പോൾ ഈ ഭൂമിയെ കാത്തുരക്ഷിക്കലാണ് കർത്തവ്യമെന്ന് പറഞ്ഞു മാർക്സ്. ഇതാണ് ശാസ്ത്രീയമായ ശരി. ഇറ്റ് ഷോസ് ദാറ്റ് വി ആർ ട്രൂ ആൻഡ് വി ആർ സയൻറ്റിഫിക്. ആ സയൻസിനെ അപ്ലൈ ചെയ്യണം ഞങ്ങൾ ശരിയായ രീതിയിൽ ഇന്ന സാഹചര്യങ്ങളിൽ. ഇതിന് ഉത്തരവില്ല ബൂർഷ്വാസിക്ക്, ഉത്തരവില്ല വലതുപക്ഷത്തിന്. എത്ര ഭൂരിപക്ഷം കിട്ടിയാലും ഉത്തരവില്ല മോദിക്ക്, ഉത്തരവില്ല BJPക്ക്, ഉത്തരവില്ല ട്രംപിന്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉറപ്പാണ്, ഞങ്ങൾക്ക് ആത്യന്തികമായിട്ട് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ മെച്ചവും മൂല്യവും സ്വായത്തമാക്കിയവരാണ്. അതിലേക്കുള്ള സമരത്തിൽ ഞങ്ങൾ പോവുകയാണ്. ഒരു വാക്കുകൂടി ഞാൻ പറയേണ്ടതുണ്ട്. അത് ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. ഞങ്ങളുടെ ജനനത്തീയതിയാണ്. എനിക്ക് ഓർമ്മയുണ്ടാകും, 60കളുടെ ആരംഭത്തിൽ ഇന്തോനേഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ചോദ്യം ചോദിച്ചു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട്. ഇന്ന ലെറ്റർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണെന്ന്. ഒന്നായിരുന്ന പാർട്ടി അന്ന് യോഗം ചേർന്നു, അതിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. അതിൻ്റെ അധ്യക്ഷൻ പിന്നീട് CPM ആയി മാറിയ പ്രമുഖനായ അന്നത്തെ നേതാവായിരുന്നു. മിനിസ്റ്റർ എഴുതിയതും മറ്റൊരു CPM നേതാവായി മാറിയ അന്നത്തെ CPM നേതാവായിരുന്നു. ആ യോഗം തീരുമാനിച്ചത്, ആ യോഗം എഴുതിയ കത്തിൽ പറഞ്ഞത് 1925 ഡിസംബർ മാസം 26-ാം തീയതിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനത്തീയതി എന്നാണ്. ഇതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരും മുമ്പുള്ള ധാരണ. ബേബിക്ക് യോജിക്കലാകില്ലെങ്കിൽ ഞാൻ യോജിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പിളർപ്പ് രോഗമാണ്, സിൻഡ്രോം. ആ രോഗം പിടിപ്പെട്ടാൽ എല്ലാത്തിലും തർക്കം വേണ്ടി വരും, എല്ലാത്തിലും തർക്കം വേണ്ടി വരും. എന്നാലേ ഈ പിളർപ്പിന് ന്യായം ഉണ്ടാകുള്ളൂ. അങ്ങനെ ഞങ്ങൾ തർക്കിച്ചപ്പോൾ ജനനത്തീയതിയും ഞങ്ങൾ മാറ്റി, തർക്കമുണ്ടായി. പക്ഷെ ആ തർക്കത്തിൻ്റെ വാദം സ്വീകരിച്ചാൽ അറിയാതെ നമ്മളൊരു വടി കൊടുക്കും. ആർക്ക്? ശത്രുക്കൾക്ക്. ഈ താഷ്കന്റ് യോഗം പ്രധാനപ്പെട്ട ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പുകൾ ഏറെ എണ്ണമുണ്ടായിരുന്നു കോൺപൂർ യോഗത്തിന് മുമ്പായി തന്നെ. അവരെല്ലാം കൂടെ ചേർന്നാണ് കോൺപൂർ യോഗമായി മാറിയത്. അതിലൊന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് താഷ്കന്തിലെ ഗ്രൂപ്പ്. ചെന്നൈ മദ്രാശി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കൽക്കത്ത ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കോൺപൂർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് താഷ്കന്റ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ സംഭാവന വലുതാണ്. പക്ഷെ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആപത്തെന്താ? ആ യോഗത്തിൽ 8 പേരാണ് പങ്കെടുത്തത്, 8 പേർ. ആ പങ്കെടുത്തവരിൽ 3 പേർ വിദേശികളായിരുന്നു. അതിൽ പങ്കെടുത്ത ഇന്ത്യക്കാരായ സഖാക്കളുടെ ഭാര്യമാരായ വിദേശികൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വൈദേശികമാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ശത്രു അപ്പുറത്തുണ്ട്. കമ്മ്യൂണിസം വൈദേശികമാണ്, ഇന്ത്യയിൽ ആ പാർട്ടിക്ക് വേരില്ല എന്നുള്ള വാദമുണ്ട് അപ്പുറത്ത്. ആ വാദക്കാർക്ക് ഈ പറയുന്ന പുതിയ വാദം, ഈ പുത്തൻ ജനനത്തീയതി വടി കൊടുക്കുമെന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് ഭിന്നിപ്പിന് മുമ്പ് ഞാനും ബേബിയും ഇന്ന് നിൽക്കുന്ന പാർട്ടികൾ ഒന്നിച്ചു പറഞ്ഞ ആ കാര്യം, ശരിയായ കാര്യം, ഭിന്നിപ്പ് കൊണ്ട് നമുക്ക് മാറ്റി പറയേണ്ടുവന്ന കാര്യം, അത് വീണ്ടും വീണ്ടും പറഞ്ഞാൽ പുത്തൻ ഇന്ത്യയിലെ ശത്രുക്കൾ നമുക്കെതിരായിട്ട് വീണ്ടും അത് ഉപയോഗപ്പെടുത്തും. അറിഞ്ഞുകൊണ്ട് ആ വാദം കഴിയുമെങ്കിൽ നമുക്ക് എവിടെയും തർക്കവിഷയമാക്കാതിരിക്കാം. ചരിത്രം നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റില്ല, പക്ഷേ അതേപ്പറ്റി തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കാമെന്നാണ് എനിക്ക് സ്നേഹപൂർവ്വം പറയാനുള്ളത്. ഞാൻ ബേബിയോട് അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്കതിലേക്ക് പോകേണ്ടതെന്ന്. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അത് പോയത് കൊണ്ട് ഇത്രയും എനിക്ക് പറയേണ്ടി വന്നു, അല്ലെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. തീർച്ചയായിട്ടും ബിനോയ് വിശ്വം പറഞ്ഞ പോലെ മുതലാളിത്തം അതിൻ്റെ ഏറ്റവും കരാളമായ മുഖം പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഏറ്റവും പുതിയ അമേരിക്കയിലെ അനുഭവം, ഈ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു തിരിച്ചടിയായി മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും കാണുന്നത്. ലോകത്തിൻ്റെയും മനുഷ്യരുടെയും പ്രകൃതിയുടെയും ഒക്കെ ഇന്ന് അവരൊക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം മാർക്സിസത്തിൽ തന്നെയാണ്. ഇന്ത്യൻ മാർക്സിസം അല്ലെങ്കിൽ ഇന്ത്യൻ ഇടതുപക്ഷത്തിനുണ്ടായ തളർച്ച എന്തുകൊണ്ടാണ് എന്നുള്ളത്
പഠിക്കണം എന്ന് തീർച്ചയായിട്ടും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് പക്ഷേ ഉത്തരം മാർക്സിസ്റ്റ് തന്നെയാണ്. മാർക്സിസത്തെ കൂടുതൽ ക്രിയാത്മകമായിട്ടും കൂടുതൽ പുതിയ കാലത്തിന് ആവശ്യമായ രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനം ചെയ്യുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്ന രീതിയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാനാവൂ എന്നും പറയുന്നു. അതേസമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം സംബന്ധിച്ച തർക്കം ഇപ്പോഴും ഇന്ത്യയിൽ CPIയും CPMും തമ്മിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി ഇവർ രണ്ടുപേരും പറയുകയും ചെയ്യുന്നു. അതിൻ്റെ ആ തർക്കത്തിൻ്റെ കാരണം എന്താണ്, ആ തർക്കത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. അതിൻ്റെ പ്രസക്തി എന്താണ് എന്നും കൂടി രണ്ടുപേരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് മറ്റൊരു വിഷയം. എന്തായാലും ശ്രീ വി രാജീവനോട് ഇന്ത്യൻ ഇടതുപക്ഷത്തെയും കേരളത്തിലെ ഇടതുപക്ഷത്തെ ഏറ്റവും സൈദ്ധാന്തികമായി തന്നെ സമീപകാല മാറ്റങ്ങളോടുകൂടി തന്നെ അദ്ദേഹം വിലയിരുത്തുകയും വിമർശിക്കുകയും വ്യാഖ്യാനം ചെയ്യുന്ന ആളാണ് രാജീവ് മാഷിന്. കമ്മ്യൂണിസത്തിൻ്റെ മിച്ചവും മൂല്യവും എന്ന് പറയുന്ന ഈ ഒരു ചർച്ചയുടെ ടൈറ്റിൽ തന്നെ അതിനൊരു ധ്വനിയുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു കണക്കെടുപ്പ്, ഏതുകൊണ്ടൊരു അന്തിമമായ കണക്കെടുപ്പ് എന്ന മട്ടിലുള്ള ഒരു ധ്വനി അതിനുണ്ട്. ഇതൊന്നു ഈ അങ്ങനെ ഒരു കണക്കെടുപ്പിൻ്റെ കാലമായിട്ടുണ്ടോ യഥാർത്ഥത്തിൽ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കമ്മ്യൂണിസം കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞ് ചരിത്രം തന്നെ അവസാനിച്ചു, ഇനിയുള്ള കാലം മുഴുവൻ ലിബറൽ ജനാധിപത്യത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റേതുമായിരിക്കും എന്ന ഒരു ആഘോഷം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ലോകം മുഴുവനുള്ള പ്രതിലോമ ശക്തികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിസം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അത് എന്തിനെയാണ് അഭിമുഖീകരിക്കുന്നത്, ആ അഭിമുഖീകരിക്കുന്ന ശത്രുവിൻ്റെ നില ഇന്ന് എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, ഇതുകൂടി പരിശോധിച്ചുകൊണ്ട് മാത്രമേ കണക്കെടുപ്പ് നടക്കുകയുള്ളൂ. മുതലാളിത്തം എന്താണ്, അത് വളരെയധികം അതിൻ്റെ തത്വശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രീയക്കാരുമൊക്കെ അതിനെ എത്ര ആഘോഷിച്ചാൽ പോലും അതിൻ്റെ അന്തസ്സത്ത അടിമത്തമാണ്. അതായത് നമുക്കറിയാം, ചരിത്രത്തിൻ്റെ ആരംഭകാലം മുതൽക്കുള്ള മനുഷ്യനെ ചങ്ങലയിട്ട് പണിയെടുപ്പിക്കുന്ന അടിമത്ത കാലം. ഒരു വിഭാഗം മനുഷ്യരെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് മൃഗങ്ങളുടെ നിലയിലേക്കാക്കിക്കൊണ്ട് അവരുടെ അധ്വാനത്തെ പ്രകടമായി കൊള്ളയടിക്കുന്ന ഒരു കാലമായിരുന്നു പഴയ അടിമത്ത കാലം. അത് പഴയ റോമൻ അടിമത്ത, ഗ്രീസ് അടിമത്തം മുതൽ അമേരിക്കൻ കറുത്തവരുടെ അടിമത്തം വരെ നമ്മൾ കണ്ടതാണ്. മനുഷ്യരെ ചങ്ങലയിട്ട്, ഇപ്പോഴും നമ്മൾ ചങ്ങലയിട്ട് കൊണ്ട് നടക്കുന്ന കാണുന്നുണ്ടല്ലോ, ഇന്നും നമ്മൾ കണ്ടതാണ് ചങ്ങലയിൽ ആ അടിമത്തം. അപ്പോൾ മനുഷ്യനെ അടിമയാക്കി നിലനിർത്തുന്ന ഏറ്റവും ക്രൂരമായ ആ ഒരു പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതിയാണ് മുതലാളിത്തത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. അതിൻ്റെ കോർ അതാണ്. അത് പിന്നെ മുതലാളിത്ത കാലഘട്ടം വന്നപ്പോഴത്തേക്ക് ആധുനിക മുതലാളിത്തം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ സമയത്തെ മാത്രം ചൂഷണം ചെയ്തുകൊണ്ട് അവൻ്റെ ശരീരത്തെ സ്വതന്ത്രമായി വിടുന്നു മുതലാളിത്തം. പുറത്തിറങ്ങി നടക്കാം, മുദ്രാവാക്യം വിളിക്കാം, വോട്ട് ചെയ്യാം, എന്തു ചെയ്യാം, സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സ്വാതന്ത്ര്യമെല്ലാം ഉള്ളപ്പോഴും മനുഷ്യനെ അവൻ്റെ അധ്വാനം ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ മുതലാളിത്തത്തിന് വളരെ നിഷ്കർഷയാണ്. അത് ഫാക്ടറിക്കുള്ളിലായാലും പാടത്തായാലും എവിടെയായാലും അധ്വാനം ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ആദ്യകാലത്തെ അടിമത്തത്തെ മുതലാളിത്തം മനുഷ്യനെ അങ്ങനെ കീഴടക്കി വെച്ചിരിക്കുന്ന ആ അടിമത്തത്തെ ഏതാനും സമയത്തിലേക്ക് ചുരുക്കി നിർത്തുക എന്നുള്ളത് മാത്രമാണ്, അതിനെ സങ്കോചിപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് മുതലാളിത്ത വ്യവസ്ഥ ചെയ്തത്. അത് യഥാർത്ഥത്തിൽ അടിമത്തം തന്നെയാണ്. മനുഷ്യനെ അടിമയാക്കുന്ന വ്യവസ്ഥ തന്നെയാണ്. ഇത് നമ്മുടെ കണ്ണിൽ നിന്ന് മറച്ചു വെക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ അടിമത്തം എന്ന് പറയുന്നത് നിലനിൽക്കുന്നിടത്തോളം കാലം കമ്മ്യൂണിസവും നിലനിൽക്കും. അതിനെതിരായ സമരത്തിൻ്റെ സിദ്ധാന്തമാണത്. അപ്പോൾ ഈ ഭൂമിയിലെ അവസാനത്തെ അടിമയ്ക്ക് മോചനം കിട്ടുന്നതുവരെ കമ്മ്യൂണിസം നിലകൊള്ളും എന്നുള്ളതാണ്. ബുദ്ധനെക്കുറിച്ചുള്ള ഒരു കവിതയിൽ പറയും, ഈ ഭൂമിയിലെ
അവസാനത്തെ പുഴുവിനും നിർവ്വാണം കിട്ടിയാൽ മാത്രമേ എനിക്കും നിർവ്വാണമുള്ളൂ എന്ന് ബുദ്ധൻ പറയും എന്ന് പറയുന്നത് പോലെ ഈ ഭൂമിയിൽ അവസാനത്തെ അടിമയ്ക്ക് മോചനം കിട്ടുന്നത് വരെ കമ്മ്യൂണിസം പ്രസക്തമാണ് എന്നുള്ളതാണ് വാസ്തവം. ഈ പ്രസക്തിയെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒട്ടേറെ കൺകെട്ടുകൾ, മായാവിദ്യകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാ കാലത്തും അതങ്ങനെ മറച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളതിന് തെളിവാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നല്ലോ, ഇനി അങ്ങോട്ട് ചരിത്രം അവസാനിച്ചു എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങി. അതായത് എന്താണ്, നിയോ ലിബറലിസം തുടങ്ങി. അമേരിക്കയുടെ ചിലി മുതൽ ചിലിയിൽ അട്ടിമറി നടത്തിക്കൊണ്ട് അവർ തുടങ്ങി. ഇങ്ങനെ ലോകം മുഴുവനും ഈ നിയോ ലിബറലിസം, ആഗോളവൽക്കരണം, മുതലാളിത്തത്തിൻ്റെ ഈ പുതിയ എക്സ്ട്രാക്ഷനിസം എന്ന് പറയുന്നത്, പുതിയ മുതലാളിത്തത്തിന് പല വിശേഷണങ്ങളുണ്ടെങ്കിലും യഥാർത്ഥ വിശേഷണം അതിന് വാമ്പയർ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് തന്നെയാണ്. ചോരകുടിയൻ ക്യാപിറ്റലിസമാണ്. പഴയ കാലത്ത് അത് പഴയ മുതലാളിത്തത്തെക്കാളും വളരെയധികം ഭീകരമായി പ്രകൃതിയെയും മനുഷ്യനെയും എല്ലാം ഊറ്റിക്കുടിക്കുന്ന ഒരു ശക്തിയായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ നിയോ ലിബറലിസം അങ്ങനെ പരിണമിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതിനൊരു മറുവശം കൂടി ലോകത്ത് ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത പൊതുവെ മാധ്യമങ്ങളോ രാഷ്ട്രീയ ചിന്തകരോ ഗൗരവമായി കണക്കാക്കുന്നില്ല. ഒരു പോസ്റ്റ് നിയോ ലിബറൽ പൊളിറ്റിക്സും രാഷ്ട്രീയവും ഒരു സമ്പദ് വ്യവസ്ഥയും ലോകത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പോസ്റ്റ് നിയോ ലിബറൽ സമ്പദ് വ്യവസ്ഥയുടെ വെല്ലുവിളിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് മുതലാളിത്തമാണ്, പ്രത്യേകിച്ചും അമേരിക്കൻ മുതലാളിത്തമാണ്. നിയോ ലിബറലിസത്തിൻ്റെ പരീക്ഷണശാലയായിരുന്നത് നമുക്കറിയാം ലാറ്റിൻ അമേരിക്കയാണ്. ഈ നിയോ ലിബറലിസത്തിൻ്റെ പരീക്ഷണശാലയിൽ തന്നെ പൊട്ടിത്തെറി നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു ചിലിയിൽ അട്ടിമറി നടത്തിക്കൊണ്ടാണ് നിയോ ലിബറലിസം ആരംഭിച്ചത്, ആ പരീക്ഷണം തുടങ്ങിയത്. പിന്നെ മറ്റ് ചിലിയൻ രാജ്യങ്ങളിലെല്ലാം, മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നിയോ ലിബറലിസം അവർ വ്യാപിപ്പിച്ചു. പക്ഷേ അവിടെല്ലാം ജനങ്ങൾ അവരുടെ ഈ നിയോ ലിബറൽ വികസന സങ്കല്പത്തിനും ചൂഷണ സമ്പ്രദായങ്ങൾക്കുമെല്ലാം എതിരായി ജനങ്ങൾ വൻപിച്ച പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ലാറ്റിൻ അമേരിക്കയിൽ നടന്ന വലിയ പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ട് അവിടെല്ലാം പുതിയ ഗവൺമെൻറ്റുകൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ അർജൻറ്റീനയിലായാലും ചിലിയിലായാലും ബ്രസീലിലായാലും മിക്കവാറും എല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇന്ന് പുതിയ ഗവൺമെൻറ്റുകൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ചിലിയൻ പ്രസിഡന്റ് പറഞ്ഞത് ഈ ചിലി നിയോ ലിബറലിസത്തിൻ്റെ പരീക്ഷണശാലയായിരുന്നുവെങ്കിൽ ഇതാ ചിലി അതിൻ്റെ ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞു എന്നാണ്. ഇപ്പം നിയോ ലിബറലിസത്തിൻ്റെ ശവപ്പറമ്പ് ആയി ആ ഒരു പരീക്ഷണം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ലോകത്ത്. അതിൻ്റെ ഒരു രൂപം തന്നെയാണ് നമ്മളിപ്പോൾ ബേബി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീലങ്കയിൽ നടന്നത്. അതാണ് നിയോ ലിബറലിസത്തിൻ്റെ ഏറ്റവും ഭീകരമായ ചൂഷണങ്ങൾ നടന്നിട്ട് അവിടെ വിദേശ ഫണ്ട് കൊണ്ടുവന്ന് രാജ്യത്തെ മുഴുവനും മുതലാളിത്ത വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോവുകയും കൊടിയ പട്ടിണിയിലേക്ക് ജനങ്ങൾ വീഴുകയും ജനങ്ങൾ അവസാനം വലിയ പ്രക്ഷോഭത്തിലേക്ക് വരികയും ചെയ്ത ഒരു രാജ്യമാണ് ശ്രീലങ്ക. ഇതൊക്കെ എന്നിട്ട് അവിടെ ഭരണാധികാരിക്ക് കൊട്ടാരം വിട്ട് ഓടേണ്ടി വന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽക്ക് ഈ ആഗോള മുതലാളിത്തത്തിൻ്റെ ദല്ലാളന്മാരായ പുതിയ നേതാക്കന്മാർ, പുതിയ ഭരണാധികാരികൾ നേതാക്കന്മാരായി നിലകൊള്ളുന്ന സ്ഥലങ്ങളിലൊക്കെ അവർക്ക് കൊട്ടാരം വിട്ടു പായേണ്ട സ്ഥിതിയാണ് വരുന്നത്. തീർച്ചയായിട്ടും അന്താരാഷ്ട്ര അവസ്ഥയെ പറഞ്ഞു. പക്ഷേ നമ്മൾ ചർച്ച തുടങ്ങുമ്പോൾ മുതലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ
ഈ പാർലമെൻ്ററിയിലായാലും കാര്യത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ഏറ്റവും ദുർബലമായ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ദുർബലമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്, ഏറ്റവും തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. അതിനെക്കുറിച്ച് കൂടി മാഷൊന്ന് പറഞ്ഞതിന് ശേഷം ചോദ്യങ്ങൾക്കായിട്ട് സദസ്സിനെ ക്ഷണിക്കാം. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം കൂടി അവസാനിപ്പിച്ചുകൊണ്ട് ആകട്ടെ, ആ ആശയം പൂർത്തിയാക്കിക്കൊണ്ട് പറയാൻ ഞാൻ അതിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഈ പോസ്റ്റ് നിയോ ലിബറൽ പൊളിറ്റിക്സിലേക്കും എക്കോണമിയിലേക്കും ലോകം പല രൂപത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് അവർ തിരിച്ചറിഞ്ഞു. ട്രംപ് ഇന്ന് കാണിക്കുന്ന ഈ പരിഭ്രാന്തി ഉണ്ടല്ലോ, ഇത് വാസ്തവത്തിൽ പരിഭ്രാന്തിയാണ്. അതായത് ഈ പുരാണങ്ങളിലൊക്കെ രാക്ഷസന്മാർ സുന്ദരവേഷം കെട്ടി വന്നിട്ട് നല്ല തല്ല് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ദംഷ്ട്രയും കൊമ്പും പുറത്തു വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ കഥകളിയിൽ? അതുപോലാണ് ട്രംപ് യഥാർത്ഥ അടിയേറ്റ് കഴിഞ്ഞിരിക്കുന്നു. പുതിയ പൊളിറ്റിക്സ് വന്നിരിക്കുന്നു ലോകത്ത്. അതുകൊണ്ടാണ് അയാളുടെ രാക്ഷസരൂപം പുറത്ത് കാണിച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അതാണ് നമ്മൾ ഇന്ന് പ്രസൻറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാധാകൃഷ്ണൻ ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് ആ ചോദ്യത്തോട് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയ 2 നേതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവർ വിട്ടുപോയ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. 100 കൊല്ലം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനായി, RSSനും 100 കൊല്ലമായി. അത് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, RSS ഇന്ത്യയുടെ ഭരണത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറിയിരിക്കുന്നു. ഇത് കേവലം ഒരു പാർലമെൻ്ററി ഇഷ്യൂ അല്ല. കാരണം ഫാസിസമാണത്. ഫാസിസം ജനങ്ങളെ പിടികൂടുന്നത് പാർലമെൻറ്റ് വഴിയല്ല. ഫാസിസം ജനങ്ങളെ പിടികൂടുന്നത് അടിയിലൂടെയാണ്, അവരുടെ ഹൃദയങ്ങളിലൂടെയാണ് ഫാസിസം ജനങ്ങളെ പിടികൂടുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, സൈക്കോളജി ഓഫ് ഫാസിസം എഴുതിയിട്ടുള്ള വിൽഹം റീഹ് പണ്ടേ പറഞ്ഞതാണ്. അത് പാർലമെൻ്ററി അല്ല. അതുകൊണ്ട് പാർലമെൻ്ററി രീതിയിലല്ല നമ്മൾ നോക്കേണ്ടത്. ഇന്ത്യൻ ജനതയെ അത് പിടികൂടിയിരിക്കുന്നു എന്നുള്ള ഭീകരതയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് എവിടെ സംഭവിച്ചു, എവിടെ തെറ്റുപറ്റി, എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജനതയെ ഒരു ഫാസിസ്റ്റ് ശക്തി, അതും ആഗോള മുതലാളിത്തത്തിൻ്റെ ദല്ലാളായ ഒരു ഫാസിസ്റ്റ് ശക്തി ഇന്ത്യൻ ജനതയെ പിടികൂടിയത്? ഇന്ത്യയിലെ അടിത്തട്ടിലുള്ള ജനതയെ പിടികൂടി. അതാണ് പ്രശ്നം. നിങ്ങൾക്കറിയാമോ, ഗുജറാത്തിൽ കൂട്ടക്കൊല നടക്കുമ്പോൾ, ഗുജറാത്തിൽ കൂട്ടക്കൊലയ്ക്ക് മുസ്ലിങ്ങളെ കൊല്ലാൻ പോയത് അവിടുത്തെ ബ്രാഹ്മണരല്ല, അവിടുത്തെ ശൂദ്രരല്ല. 15% ജനസംഖ്യയുണ്ട് അവിടെ ആദിവാസിക്ക്. ആദിവാസികളുടെ കയ്യിൽ, ഏറ്റവും അടിത്തട്ടിലുള്ള ജനതയുടെ കയ്യിൽ ആയുധം കൊടുത്തിട്ടാണ് RSS മുസ്ലിങ്ങളെ കൊല്ലാൻ വിട്ടതെന്ന് ആലോചിക്കണം. ഇത് ഈ ഒരു ചിത്രമുണ്ടല്ലോ, ഇന്ത്യയുടെ അടിത്തട്ടിലുള്ള ജനതയെ അവർ പിടികൂടിയിരിക്കുന്നു. ഇതിനെ നമ്മൾ ചെറിയ രീതിയിൽ സ്വയം വിമർശനം നടത്തിയാൽ പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ല. ഒരു കാര്യം കൂടി ഞാൻ ഇതിനെപ്പറ്റി എനിക്ക് വിശദമായി സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ സമയമില്ല. എന്തിനു പറയുന്നു? ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. ഞാൻ തൃശ്ശൂർ വളരെയധികം സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാനും. പ്രത്യേകിച്ച് തൃശ്ശൂരെ ഞാനൊരു നക്സലൈറ്റ് അനുഭാവിയായിരുന്ന കാലത്ത് തൃശ്ശൂരിൻ്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ വളരെയധികം സുഹൃത്തുക്കളുണ്ട് എനിക്ക്. പല ആളുകളും ആ പടിഞ്ഞാറൻ മത്സ്യത്തൊഴിലാളി മേഖലയിൽ, ആ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള പല സുഹൃത്തുക്കളെയും വിളിച്ച് ഞാൻ ചോദിച്ചു, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു, BJP-കാരൻ ജയിച്ചു, നിങ്ങളൊക്കെ ഇനി എന്തിനാണ് അവിടെ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴവർ പറഞ്ഞത്, ഇവിടെ വോട്ട് ചെയ്തത്, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് സവർണരൊന്നുമല്ല, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് അവിടുത്തെ തൊഴിലാളി വർഗമാണ്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് പടിഞ്ഞാറൻ തീരത്തെ മത്സ്യത്തൊഴിലാളികൾ
മത്സ്യത്തൊഴിലാളികൾ തിങ്ങി വസിക്കുന്ന പഞ്ചായത്തുകളിൽ എല്ലാം സുരേഷ് ഗോപിക്കാണ് ഭൂരിപക്ഷം എന്നാലോചിക്കണം. ഞാൻ ഈ ആദിവാസികളുടെ കയ്യിൽ ആയുധം കൊടുത്ത കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഇതും കൂട്ടി വായിക്കാവുന്നതാണ്. ഇത് ഇന്ത്യയുടെ അടിത്തട്ടിൻ്റെ യഥാർത്ഥ ചിത്രമാണ്. ഈ ചിത്രത്തെ, ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ നേരിടണമെങ്കിൽ ഇന്ന് ലോകത്ത് ആവിർഭവിച്ചിരിക്കുന്ന പോസ്റ്റ് നിയോ ലിബറൽ പൊളിറ്റിക്സിൻ്റെ കമ്മ്യൂണിസം എന്താണ്, അതിൽ പ്രവർത്തിക്കുന്ന വിപ്ലവം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഉണ്ടാവണം. അതിനെക്കുറിച്ചുള്ള പുനർവിചിന്തനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഉണ്ടാവണം. അതാകട്ടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ബാധിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കോമിൻഡൻ ഹാങ് ഓവർ എന്ന് ഏറ്റവും ചുരുക്കത്തിൽ ഞാൻ പറയും. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ പഴയ ഹാങ് ഓവർ. ഈ ഹാങ് ഓവർ എവിടെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉപേക്ഷിച്ചിട്ടുണ്ടോ, ശ്രീലങ്കയിൽ അത് ഉപേക്ഷിച്ചു. ശ്രീലങ്കയിൽ അവർ പഴയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ല, അവർ പഴയ കോമിൻഡൻ ഹാങ് ഓവർ ഉപേക്ഷിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ചിലിയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ ഹാങ് ഓവർ ഉപേക്ഷിച്ചിട്ട് പുതിയ മുന്നണികൾ അവർ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഹാങ് ഓവർ ഉപേക്ഷിച്ചിട്ട് പുതിയ ജനകീയ മുന്നണികൾ, സമരമുന്നണികൾ, വളരെ വിശാലമായിട്ടുള്ള പഴയ ദേശീയ ബൂർഷ്വാസിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. കാരണം ദേശീയ മൂലധനം തന്നെ ഇന്നില്ല, ആഗോള മൂലധനമേ ഉള്ളൂ. അതുകൊണ്ട് ദേശീയ ബൂർഷ്വാസിയാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ ആരുമൊന്നുമില്ല. അതാണ് കോൺഗ്രസ് വിമുക്ത കേരളമാണ്, ഇന്ത്യയാണ് RSSൻ്റെ ലക്ഷ്യം എന്ന് ആലോചിക്കണം. ഇത്തരത്തിലുള്ള പോസ്റ്റ് നിയോ ലിബറൽ പൊളിറ്റിക്സിൻ്റെ ഒരു പിങ്ക് റെവല്യൂഷൻ എന്ന തരത്തിൽ, കടുംചുവപ്പല്ല, പിങ്ക് റെവല്യൂഷനിലേക്ക് ലോകം മാറുന്നു. അതാണ് മാർക്സിസത്തിൻ്റെ പുതിയ വഴി. അതിലേക്ക് ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നേറും. ഇന്ത്യൻ ജനതയുടെ അടിത്തട്ടിനെ ഗ്രസിച്ച ഫാസിസ്റ്റ് ഭീകരതയിൽ നിന്ന് നമ്മുടെ മഹത്തായ രാജ്യത്തെ രക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. താങ്ക് യു.